മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളെ അശാന്തമാക്കി യുദ്ധം കനക്കുകയാണ്. കടുപ്പമേറിയത് വരാനിരിക്കുന്നുവെന്നാണ് ഇറാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. അമേരിക്കൻ ഇസ്രായേൽ സൈനിക നടപടികൾക്ക് ഇറാന്റെ തിരിച്ചടിയും തുടരുന്നു. ഇസ്രായേലും ഇറാനും പിന്തുണയ്ക്കുന്ന ഹിസ്ബുള്ളയും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ലെബനനും യുദ്ധക്കളമാണ്. അമേരിക്കൻ സൈനിക നടപടിയിൽ ഇസ്രായേൽ സ്വാധീനമുണ്ടായെന്ന് വ്യക്തമാക്കുന്ന US സ്റ്റേറ്റ് സെക്രട്ടറിയുടെ പ്രതികരണവും ചർച്ചയാവുകയാണ്. നാലാം ദിനവും അശാന്തം. ഇറാന് നേരെയുള്ള സൈനിക നടപടി ഇനിയും നീളും. കനത്ത ആക്രമണം വരാനിരിക്കുന്നതേയുള്ളൂവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ കരസേനയും വേണ്ടിവന്നാൽ ഇറാനിലിറങ്ങും. ഇതിനിടെ സൈനിക നടപടിയിൽ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ വിചിത്രവാദം. ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുമെന്നും തിരിച്ചടി അമേരിക്കക്കെതിരെയായിരിക്കുമെന്നും മനസ്സിലാക്കി. ഇതോടെയാണ് ആദ്യം അമേരിക്ക ആക്രമണം നടത്തിയതെന്നാണ് റൂബിയോയുടെ വാദം. If we waited for them to hit us first after they were attacked and by someone else, Israel attacked them, they hit us first and we waited for them to hit us, we would suffer more casualties and more deaths. We went proactively in a defensive way to prevent them from inflicting higher damage. ഇസ്രായേൽ സ്വാധീനത്തിന് വഴങ്ങിയാണ് അമേരിക്ക സൈനിക നടപടിക്ക് ഇറങ്ങിയതെന്ന വിമർശനമുയർത്തി ഡെമോക്രാറ്റുകൾ രംഗത്തെത്തി. ഇറാൻ ഭരണകൂടം ദുർബലമായെന്നും ഭരണമാറ്റമുണ്ടാകുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. തന്റെ ഓഫീസിൽ ആക്രമണം നടത്തിയെന്ന റിപ്പോർട്ടുകൾക്കിടെ ഇറാൻ ആക്രമണം നടത്തിയ ബെയ്ത് ഷമീമിൽ നെതന്യാഹു സന്ദർശനം നടത്തി. When I stand here in a place that was bombarded by the terrorists in Tehran against innocent civilians, you see the difference. The tyrants of Tehran target civilians. We target the tyrants of Tehran to protect civilians. ഇതിനിടെ ഇസ്രായേലും ഇറാൻ പിന്തുണയ്ക്കുന്ന ഹിസ്ബുല്ലയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ലെബനനും ശക്തമാക്കി. ഒരേ സമയം ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലും ലെബനൻ തലസ്ഥാനമായ ബെയ്റൂത്തിലും ആക്രമണം നടത്തുന്നെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന. വടക്കൻ ഇസ്രായേലിലെ റാമത്ത് ഡേവിഡ് വ്യോമതാവളം ആക്രമിച്ചെന്നാണ് ഹിസ്ബുല്ലയുടെ അവകാശവാദം. അതേസമയം കൊല്ലപ്പെട്ട അയത്തുല്ല അലി ഖമനയുടെ സംസ്കാര ചടങ്ങുകൾ എപ്പോഴെന്ന് ഇറാൻ ഭരണകൂടം വ്യക്തമാക്കിയിട്ടില്ല. ടെഹ്റാനിലോ മഷാദിലോ ആയിരിക്കും ചടങ്ങുകളെന്നാണ് സൂചന. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.